അപ്പോഴേ ഇന്ന് നമുക്ക് 1 kg ഒരു വാഞ്ചോ കേക്കും പിന്നെ 2 മാംഗോ കേക്കും ആണ് ഉള്ളത്. 1 kg വീതം വരുന്ന 2 മാംഗോ കേക്കും പിന്നെ ഒരു റെഡ് വെൽവെറ്റും കേക്ക് കൂടിയാണ് ഉള്ളത്. റെഡ് വെൽവെറ്റ് നമുക്ക് 1.5 kg ആണ് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇതേ വാഞ്ചോ കേക്കിനുള്ള സ്പഞ്ചാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ 7.5 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അത് ചോക്ലേറ്റ് സ്പഞ്ച് ഇച്ചിരി പാടായിരുന്നു കേട്ടോ നമുക്ക് മോൾഡിൽ നിന്ന് പറഞ്ഞു തരാൻ. അപ്പോൾ അത് കട്ട് ചെയ്തു. ഇനി നമുക്ക് മാംഗോ കേക്കിനുള്ളതും കൂടിയാണ് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ മാംഗോ കേക്കിൻ്റെ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ. പിന്നെ അത് വിശന്നപ്പോൾ ഇച്ചിരി മ്യൂസല്ലി പാലിലിട്ട് കഴിക്കണതാണ് കാണാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ദേ ഈ മുസല്ലിയാണ്, ഇത് കെലോയ്സിൻ്റെ മുസല്ലി, നല്ല ടേസ്റ്റാണ്. ചുമ്മാ പാൽ തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു സ്പൂൺ ഇട്ടാൽ മതി. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതെടുത്ത് കഴിക്കും. നല്ല ടേസ്റ്റ് ഇത് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതേ നമുക്ക് ക്രീം ചെയ്യാൻ പോട്ടെ. ക്യാമറയുടെ ക്രീമാണ്. അപ്പോൾ ക്യാമറയുടെ ക്രീം എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് അതിൻ്റെ ആദ്യം ഞാൻ ഷുഗർ സിറപ്പാണ് സ്പ്രെഡ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗനാഷും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷ്, പിന്നെ കുറച്ച് ക്രീം ഇട്ടു, പിന്നെ കുറച്ച് ഗനാഷും കൂടെ ആഡ് ചെയ്തു കേട്ടോ ഞാൻ. പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് വാഞ്ചോ കേക്കിൻ്റെ ലെയറിൽ നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ അതേ നോർമലി നമ്മൾ വാനില സ്പഞ്ച് ഒഴിച്ചു, കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു, പിന്നെ അതേ കുറച്ച് ക്രീമും കൂടി ഇട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ ലെയർ ഞാൻ നമ്മുടെ കുറച്ച് വൈറ്റ് ഗനാഷാണ് ആഡ് ചെയ്യണേ. വൈറ്റ് ഗനാഷും കൂടെ, ഗനാഷിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ വീണ്ടും നമ്മൾ നോർമലി ചോക്ലേറ്റ് സ്പഞ്ച് വെച്ചു, പിന്നെ നമ്മളിതേ ചോക്ലേറ്റ് ഗനാഷും കൂടെ ആഡ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്രം കോട്ടിങ് മസ്റ്റാട്ടോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ക്രം കോട്ടിങ് നമ്മൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് ക്രീം കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പൈപ്പിംഗ് ബാഗ് എടുത്ത് പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ആ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ക്രീം നിറയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ക്രീം കേക്കിലാവാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും ഒരേപോലെ ക്രീം ചെല്ലാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫിനിഷിങ്ങും കേക്കിങ്ങനെ ഫ്രോസ്റ്റിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിത് അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന ക്രീമൊക്കെ ഞാൻ വടിച്ച് മാറ്റി കേട്ടോ. ഇനി നമ്മൾ ഫൈനൽ കോട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതേ നമ്മളെല്ലാ ഭാഗത്തോട്ടും കൊടുത്തതിന് ശേഷം നമ്മൾ സ്പാച്ചില വെച്ച് നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സ്പാച്ചില നമ്മൾ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഐസിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ലാസ്റ്റ് ഫിനിഷിങ്ങിലോട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ഡെക്കറേഷനും കൂടെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഗനാഷ് ബാക്കി ഉണ്ടായിരുന്നു. ഗനാഷ് ഒത്തിരി ലൂസിൽ നമ്മൾ ആക്കരുത് കേട്ടോ, ചെറിയൊരു തിക്നെസ്സിൽ വേണം ഗനാഷ് ആക്കാൻ. അപ്പോൾ കുറച്ച് ഗനാഷ് നമ്മൾ ഒഴിച്ചിട്ട്, നോർമൽ വാഞ്ചോ ഡിസൈൻ അല്ല കേട്ടോ ഈ കേക്കിന് നമ്മുടെ കസ്റ്റമർ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വേറെ ഡിസൈനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗനാഷ് ഒഴിച്ച് നമുക്ക് എല്ലാ ഭാഗത്തോടും ചെറിയൊരു ഡ്രിപ്പിങ് വരാൻ പാകത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു റൗണ്ട് ഡിസൈൻ പോലെ കൊടുത്തു കേട്ടോ. പിന്നെ അതേ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും കൊണ്ട് ഈ ഡിസൈനും കൂടെ കൊടുക്കുവാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ കേക്കായിരുന്നു. അപ്പോൾ വൈഫിന് വേണ്ടിയിട്ട് ഒരു ഹസ്ബൻഡ് ഓർഡർ ചെയ്തതാണ്. പിന്നെ ഇത് നമുക്കിത് ഷുഗർ ബോൾസാണ്, ബോൾസല്ല ഷുഗറിൻ്റെ തന്നെ ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ ഡെക്കറേഷൻ ഐറ്റം കേട്ടോ. അപ്പോൾ നമ്മൾ അതാണ് വെച്ച് കൊടുക്കണേ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അതോടും ചെയ്ത് ഫിനിഷ് ചെയ്തു. പിന്നെ ഇത് 2 മാംഗോ കേക്ക്, ഞാൻ മാംഗോ കേക്കിൻ്റെ റെസിപ്പി ഓൾറെഡി ഇട്ടേക്കുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ മാംഗോ കേക്കും കൂടെ ഒരു മാംഗോ കേക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് അടുത്ത മാംഗോ കേക്കാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കേണ്ട, എല്ലാവരും അത് പോയി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഈ സൈഡൊക്കെ നമ്മളെല്ലാം ഒന്ന് വൃത്തിയാക്കി. പിന്നെ അടുത്ത 2ാമത്തെ കേക്കും കൂടി നമ്മൾ
ക്രീം ചെയ്തെടുക്കുവാണ്. അങ്ങനെ 2 മാംഗോ കേക്കും ക്രീം ചെയ്ത് ചെറിയൊരു ഡിസൈനായിട്ട് അതിന് കൊടുക്കുന്നുള്ളൂ. 2 മാംഗോ കേക്കിന് സെയിം ഡെക്കറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് മാംഗോ പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ മേലെ ടോപ്പിക്സും വെച്ച് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൂടി വെച്ച് മാംഗോ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വാഞ്ചോ കേക്കിൽ റൈറ്റിങ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആണ് വരുന്നത്. എൻ്റെ റൈറ്റിങ്സ് അത്ര ശരിയായി വരുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും അതൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പയ്യെ ഞാൻ പഠിച്ചെടുത്തോളാം. അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ കൊടുക്കുവാണേ. ഇതും ഗനാശി തന്നെ കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് കേട്ടോ എഴുതുന്നത്. നമ്മുടെ വാഞ്ചോ കേക്കിൻ്റെ റൈറ്റിങ്സും കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പുതിയ കേക്കിൻ്റെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ. അപ്പോൾ കണ്ട എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ അച്ചയുടെ അടുത്തും കൂടെ ഞാനൊരു ഹാർട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? വളരെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ അല്ലേ? അപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബായ്.